ഏത് പീഡനങ്ങളും ഏത് ത്യാഗങ്ങളും ഏത് ഭീഷണികളും എന്തെല്ലാം നമ്മുടെ നേരിലേക്ക് കടന്നു വന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകണം, നമ്മളത് ഉൾക്കൊള്ളാൻ തയ്യാറാകണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ചരിത്രം എടുത്തു നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ അവരനുഭവിച്ച പീഡനങ്ങളെ കുറിച്ച് ചരിത്രങ്ങൾ പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് അനുഭവിച്ച പീഡനങ്ങളും ത്യാഗങ്ങളും എന്തെന്ന് നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്കൂ. മഹാനായ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തുണ്ടല്ലോ, മഹാനായ സുഹൈബ് റളിയല്ലാഹു തആല അൻഹു. അതാ യുബത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സുഹൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി ഉണ്ടല്ലോ, പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ അവിടുന്ന് പടച്ചവനെ പറയുന്നത് എന്താണെന്ന് പോലും തിരിച്ചറിയുന്നില്ല. അതാ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ ക്രൂരമായ പീഡനങ്ങളാണ് സുഹൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ നേരിടേണ്ടി വന്നത്. എന്താണ് വിളിച്ചു പറയുന്നതെന്ന് പോലും സുഹൈബ് തങ്ങൾക്ക് അറിയുന്നില്ല. ബോധം നഷ്ടപ്പെട്ടു പോയവരെ പോലെ സുഹൈബ് റളിയല്ലാഹു തആല അൻഹു എന്തൊക്കെയോ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. കാരണം അത്രയും ഭയാനകമായ പീഡനമായിരുന്നു. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അനുഭവിക്കേണ്ടി വന്ന പീഡനം എന്തെന്നറിയുമോ? ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് അനുഭവിച്ച വേദന എന്തെന്നറിയുമോ? പടച്ചവനെ അറിയാ, സീറ്റുള്ളവർക്കറിയാ, അത് പടച്ചവനെ പുകക്കിട്ട് ഉണക്കുമല്ലോ. ഇതുപോലെ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഈന്തപ്പന മരത്തിന്റെ പോലെയും മടലുകളും ഇട്ട് ഇങ്ങനെ പുകയ്ക്കുകയാണ്, അതിട്ട് തീ കത്തിക്കുകയാണ്. അതിന്റെ മുകളിൽ മുസ്ലിമായതിന്റെ പേരിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഇങ്ങനെ കെട്ടി നിർത്തുകയാ. ആ പുകയ്ക്കുന്ന പുകയ്ക്കകത്തിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ പുകയ്ക്കുകയാണ്. വല്ലാത്ത പീഡനമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുനാ ബിലാൽ പടച്ചവനെ തന്റെ കഴുത്തിലെ ചങ്ങലയിട്ടിട്ട് തെരുവോരങ്ങളിലൂടെ വലിച്ചടച്ചുകൊണ്ട് നടക്കുകയാണ്. പടുത്തു കിടക്കുന്ന മലരാരുണ്യത്തിൽ മലർത്തിക്കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് റബ്ബേ, വല്ലാത്ത പീഡനമായിരുന്നല്ലോ മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ അനുഭവിക്കേണ്ടി വന്നത്. മഹാനായ സയ്യിദുനാ ഉമയ്യ റളിയല്ലാഹു തആല അൻഹു, മുസ്അബിന്റെ ചരിത്രം അറിയാത്ത ആരുമില്ലല്ലോ. പടച്ചവനെ തന്റെ വീടിന്റെ അകത്ത് പട്ടിണി കിട്ടിട്ട് സുന്ദരനും സുമുഖനുമായിരുന്ന ഉസ്മാനായ മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം മുഴുവനും എല്ലും തോലുമായല്ലോ. അവിടത്തെ ശരീരത്തിലെ തൊലി അവിടുന്ന് കറുത്തുപോയല്ലോ. പടച്ചവനെ മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ വല്ലാത്ത പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നല്ലോ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മഹാനായ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ചുട്ടുപൊള്ളുന്ന ഇരുമ്പിന്റെ ദണ്ടുകൊണ്ട് മഹാനായ ഹബ്ബാബ് റളിയല്ലാഹു തആല അൻഹു ഹബ്ബാബ് തങ്ങളുടെ തലയിലേക്ക് പഠിപ്പിച്ച ദണ്ട് കൊണ്ടുവന്നിട്ട് റബ്ബേ, ഹബ്ബാബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയവിടം അടിച്ചു പൊട്ടിക്കുകയാണ്. പടച്ചവനെ, ഇല്ല, ഇതുപോലെയുള്ള പീഡനങ്ങളായിരുന്നു മഹദിയായ സമീറ ബീവി റളിയല്ലാഹു തആല അൻഹ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ വല്ലാത്തതായിരുന്നു. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ വല്ലാത്തതായിരുന്നു, വളരെ ക്രൂരമായിരുന്നു. പടച്ചവനെ, ഈ പീഡനങ്ങളെല്ലാം അല്ലാഹുവേ കണ്ടവരാണ്, അനുഭവിച്ചവരാണ് ബദരീങ്ങള്. പക്ഷേ അവര് ക്ഷമിക്കാൻ തയ്യാറായി, അവരതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ തയ്യാറായി. അതുകൊണ്ട് ബദർ ദിനത്തിലേക്ക് കിടക്കുന്ന മുസ്ലിമേ,
ബദരീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ പാഠം എന്തെന്നറിയുമോ? ആ ബദരീങ്ങളെ നമുക്ക് പറഞ്ഞു തരികയാണ്. അവര് രക്ഷപ്പെട്ടത് ഈമാനിന്റെ പവർ കൊണ്ടാണ്. ഈ പീഡനങ്ങളും ഈ ത്യാഗങ്ങളും ഈ പരീക്ഷണങ്ങളും ഈ ഭീഷണികളും അവരെ ഒന്നും പരാജയപ്പെടുത്തിയില്ല. അവര് രക്ഷപ്പെട്ടത് ഈമാനിന്റെ പവർ കൊണ്ടാണ്. അതുകൊണ്ട് മുസ്ലിമേ, പരിശുദ്ധമായ റമദാനിൽ നോമ്പ് പിടിച്ചിട്ടിരിക്കുന്നവരാണല്ലോ. വെറുതെ പട്ടിണി ഇരുന്നാ പോരാ, വെറുതെ പട്ടിണി കിടന്നാ പോരാ. നോമ്പ് കൊണ്ടൊരു പ്രയോജനമുണ്ടാകണം. നോമ്പ് കൊണ്ട് ചില നന്മകൾ പഠിക്കണം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയോ, നോമ്പ് കൊണ്ട് നിങ്ങൾ ക്ഷമിക്കാൻ പഠിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നോമ്പ് കൊണ്ട് നീ ക്ഷമിക്കാൻ പഠിക്ക്, നീ ക്ഷമയുള്ളവനാക്, നീ ക്ഷമിക്കാൻ പഠിക്ക്. ക്ഷമയ്ക്ക് പകരം സ്വർഗമാണ് പ്രതിഫലമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാ, നോമ്പ് കൊണ്ട് നമുക്ക് നേടിയെടുക്കേണ്ട ഒന്നാമത്തെ ഒരു നന്മ, നമ്മൾ ക്ഷമയുള്ളവരാകണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറയാൻ എളുപ്പമുള്ള വാക്കാ ക്ഷമ. പറയാൻ വളരെ എളുപ്പമാണ്, 3 അക്ഷരം. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ വലിയ പാടാ. നമ്മൾ ക്ഷമയില്ലെന്ന് ആരാ പറഞ്ഞേ? ഈ നട്ടുച്ച 12 മണി അടുത്തു വരുന്ന ഈ സമയത്ത് തൊണ്ട ദാഹിച്ചിട്ട് വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാ. ഭക്ഷണം കഴിക്കാതെ നമ്മുടെ വയറ് വല്ലാത്ത പ്രയാസത്തിലെ ഈ സമയത്ത് ഫുഡ് കൊണ്ടുവച്ചാൽ നമ്മൾ ആരെങ്കിലും കഴിക്കൂല. എത്ര ഇഷ്ടപ്പെട്ട ഫുഡ് കൊണ്ടുവച്ചാലും ഞാനും നിങ്ങളും കഴിക്കാൻ തയ്യാറാകുന്നില്ല, നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ക്ഷമയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ക്ഷമയ്ക്ക് പകരം അള്ളാഹു സ്വർഗം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബദരീങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഒന്നാമത്തെ പാഠം, ഏത് പരീക്ഷണത്തിന്റെ ഘട്ടത്തിലും ക്ഷമിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ചരിത്രങ്ങൾ എടുത്തു നോക്കിക്കേ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും ഹദീസും നിങ്ങൾ എടുത്തു നോക്ക്. ഒരുപാട് ചരിത്രങ്ങൾ കാണാം. മിസ്അബിന്റെ ചരിത്രം കാണാം, ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം കാണാം, ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം കാണാം, സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം കാണാം, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം കാണാം. ഈ ചരിത്രങ്ങളൊക്കെ ഖുർആനും ഹദീസും ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ വിചാരിച്ചിരുന്നത് ഇത് ഉസ്താദന്മാര് പിരിക്കാൻ വേണ്ടി പറയാൻ വേണ്ടി ഇതൊക്കെ വെച്ചിരിക്കുന്നതെന്ന്. നമ്മൾ ഇത്രയും നാളും കരുതിയിരുന്നത് ഉസ്താദന്മാര് പിരിക്കുന്നതിന് വേണ്ടിയാ ഇതൊക്കെ വെച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ കരുതിയത്. ഒരിക്കലും അങ്ങനെയല്ല സഹോദര. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിക്കാൻ വേണ്ടി അല്ലാഹു ഇതൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചത്. ഇതെല്ലാം അല്ലാഹു പറഞ്ഞ് ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് പഠിക്കാൻ വേണ്ടിയാ. നമുക്കും ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമെന്ന് മനസ്സിലാക്കാനാ. ഇന്നത്തെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അവസ്ഥ എടുത്തു നോക്കിക്കേ. എന്റെ പ്രിയപ്പെട്ടവരെ, ചോദിക്കാനും പറയാനെങ്കിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാ നമ്മുടെ രാജ്യം പോകുന്നത്. അള്ളാഹു ചോദിക്കുകയും നമ്മൾ പറയുന്നത്, ഉസ്താദ് അങ്ങനല്ലേ ഇങ്ങനല്ലേ, ഒരുപാട് പ്രയാസങ്ങളുടെ നടുവിലാണ് ഞാനും നിങ്ങളും കഴിയുന്നത്. നമ്മുടെ മനസ്സുകൾ വേദനിക്കുന്ന പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പോലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നു, ബദരീങ്ങൾ പറഞ്ഞു തരുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നീ ക്ഷമിക്കാൻ പഠിക്ക്. ഏത് പരീക്ഷണത്തിന്റെ ഘട്ടത്തിലും നീ ക്ഷമിക്കുന്നവനാകണം. അതായിരുന്നു ബദരീങ്ങൾ. അവർക്ക് ആ പീഡനങ്ങളും ത്യാഗങ്ങളും മുഴുവനും സഹിക്കാൻ അവർ തയ്യാറായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അന്തിമ വിജയം കൊടുത്ത് അനുഗ്രഹിച്ചു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, നമുക്കിപ്പോ ഉസ്താദെ എല്ലാ ഭരണവും അവർ പിടിച്ചുകൊണ്ടിരിക്കുന്നു, മുസ്ലിമീങ്ങളെ കൊള്ളയടിക്കുന്നു, മുസ്ലിമിന്റെ കടകൾ കത്തിക്കുന്നു, മുസ്ലിമിനെ ആട്ടിയോടിക്കുവാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ള ഒരു വല്ലാത്ത ഒരു ഭയം എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ അകത്തുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത ഒരു ഭയമുണ്ട്. അങ്ങനെ ഒരു ചിന്ത എനിക്കും നിങ്ങൾക്കുമുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബദരീങ്ങൾ പറഞ്ഞു തരുന്ന രണ്ടാമത്തെ പാഠം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട്. ബദരീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന രണ്ടാമത്തെ പാഠം, ശത്രുക്കളുടെ വലുപ്പവും സ്വാധീനവും കണ്ട് നിങ്ങൾ ഭയപ്പെടാൻ പാടില്ല എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ശത്രുക്കളുടെ വലുപ്പവും
അവരുടെ സ്വാധീനവും കണ്ടിട്ട് മുസ്ലിം പേടിക്കാൻ പാടില്ല. എടോ, നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, ബദറിന്റെ രണാങ്കണത്തിലേക്ക് സഹാബത്തിന്റെ എണ്ണം 313 സ്വഹാബത്താണ് ഉണ്ടായിരുന്നത്. 3 കുതിര. എണ്ണിക്കോ, ബദരീങ്ങൾ യുദ്ധക്കളത്തിലേക്ക് കടന്നു പോകുമ്പോ ആ 313 സ്വഹാബത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് 3 കുതിര, 7 ഒട്ടകങ്ങൾ, ഒടിഞ്ഞ വാള്, തുരുമ്പിച്ച പരിച. നിങ്ങൾ എണ്ണ്. മുസ്ലിമീങ്ങൾ 313 സ്വഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു പോകുമ്പോ 3 കുതിരകളും 7 ഒട്ടകങ്ങളും മാത്രമുള്ള ഒരു ചെറിയ സംഘമായിരുന്നു അൽഹംദുലില്ലാഹ് സ്വഹാബത്തിന്റെ സംഘം. എതിർഭാഗത്ത് യുദ്ധത്തിന് വേണ്ടി നിൽക്കുന്ന ശത്രുക്കളാണെങ്കിലോ 1000-ൽ പരം വരുന്ന യോദ്ധാക്കൾ, 100 കുതിരകൾ, 700 ഒട്ടകങ്ങൾ, കൂടാതെ കള്ളും പെണ്ണും പാട്ടുകാരും. നിങ്ങൾ ആലോചിക്ക്, 1000-ഓളം വരുന്ന ആരോഗ്യവാന്മാരായ ശത്രുക്കൾ, 100 കുതിരകളും 700 ഒട്ടകങ്ങളുമായിട്ട് ശത്രുപക്ഷം വല്ലാത്ത ഇതിനേക്കാളും എത്രയോ ഇരട്ടിയായിരുന്നു ശത്രുക്കൾ. എന്നിട്ടും എന്തേ സംഭവിച്ചത്? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത്തു ഫിഅത്തൻ കസീറ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മള് ഉസ്താദേ, ഇന്ത്യ മഹാരാജ്യത്ത് പല സംസ്ഥാനങ്ങളും അവരിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യസഭയും നിയമസഭയും ഒക്കെ അവരുടെ കൈപുള്ളിലേക്ക് വരാൻ പോകുന്നു. ഏക സിവിൽ കോഡ് അവർ നടത്തും, പൗരത്വ ബില്ല് പാസ്സാക്കും, നമ്മളെയൊക്കെ പുറത്താക്കും എന്ന് പറഞ്ഞുകൊണ്ട് വലിപ്പം കണ്ടുകൊണ്ട് ഞാനും നിങ്ങളും ഭയന്നുകൊണ്ടിരിക്കുകയാ. നമ്മൾ അവരുടെ വലിപ്പം നോക്കിയിട്ട് ഭയന്നുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് അള്ളാഹു പറയുന്നതെന്തെന്നറിയുമോ? എന്തെല്ലാം നിയമങ്ങൾ പാസാക്കിയാലും, ആരൊക്കെ മുസ്ലിമിനെതിരെ എന്തൊക്കെ പീഡനങ്ങൾ നടത്തിയാലും, അപവാദങ്ങളും പരിഹാസങ്ങളും നടത്തിയാലും, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, വലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ അലൗന ഇൻ കുന്തും മുഅ്മിനീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ശത്രുവിന്റെ വലുപ്പവും അവന്റെ സ്വാധീനവും അവന്റെ പവറും കണ്ടിട്ട് ഭയപ്പെടുന്ന മുസ്ലിമിനോട്, എടാ, അക്രമങ്ങളും കലാപങ്ങളും അടിച്ചുവിട്ടുകൊണ്ട് മുസ്ലിമീങ്ങളെ പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ കൊല്ലുന്ന വീഡിയോകൾ എടുത്ത് ഷെയർ ചെയ്യുന്നവരുണ്ടല്ലോ. പടച്ചവനെ, പള്ളികൾ തീയിടുന്നുണ്ടല്ലോ, മുസ്ലിമീങ്ങളുടെ കടകളെ കത്തിക്കുന്നുണ്ടല്ലോ. നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവർ മുഴുവനും നമുക്ക് എതിരായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിമീങ്ങളെ വല്ലാത്ത പീഡനമാണ്. ബൈത്തുൽ മുഖദ്ദസിലെ പടച്ചവനെ, എല്ലാ വർഷവും റമളാൻ കടന്നു വരുമ്പോൾ കൂട്ടക്കുരുതി നടക്കുന്നുണ്ടല്ലോ. ഇതുപോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലെ പീഡനങ്ങൾ നടക്കുമ്പോ വീടിനകത്തിരുന്നു കൊണ്ട് പടച്ചവനെ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം പറഞ്ഞുകൊണ്ട് ഭയക്കുന്ന മുസ്ലിമേ, അല്ലാഹു പറയുന്നു, വലാ തഹ്സനൂ വലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ അലൗന ഇൻ കുന്തും മുഅ്മിനീൻ. അല്ലാഹു പറയുകയാ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ മുഅ്മിനീങ്ങളല്ലേ, നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, വതിൽകൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ് വലിയഅലമ അല്ലാഹുല്ലദീന ആമനൂ വയത്തഖിദ മിൻകും ശുഹദാ. പടച്ചവരെ, മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന വീഡിയോ കാണുമ്പോ ഭയപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്തെന്നറിയോ? അങ്ങനെ കലാപങ്ങളിൽ മരണപ്പെട്ടു പോകുന്നവർ, അവിടെ നിന്ന് ആക്രമിക്കപ്പെട്ട് കൊല്ലുന്നവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു ശുഹദാഇന്റെ പ്രതിഫലം കൊടുക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ ഇവിടെ നിന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്കും വേണ്ടതെന്തെന്നറിയുമോ? മനുഷ്യനെ പച്ചക്കിങ്ങനെ കത്തിക്കുകയാണ്, കൊല്ലുന്ന വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയെന്നറിയോ? എന്നെയും നിങ്ങളെയും ഭയപ്പെടുത്താനാ.
എന്നെയും നിങ്ങളെയും പേടിപ്പിക്കാരാ. അതുകൊണ്ട് അല്ലാഹുവേ ബദരീങ്ങളെ പറഞ്ഞു തരികയാണ്, 3 കുതിരകളും 7 ഒട്ടകങ്ങളും ഒടിഞ്ഞ വയറും ഒട്ടിയ വയറുമായി ആ 313 സഹാബത്ത് 1000-ഓളം വരുന്ന സൈന്യത്തിന്റെ മുന്നിലേക്ക് നെഞ്ചു വിരിച്ചുകൊണ്ട് കടന്നുപോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ന്യൂനപക്ഷമാണ്, നമുക്ക് അധികാരമില്ല, നമുക്ക് വേണ്ടി ചോദിക്കാനും സംസാരിക്കാനും ആരുമില്ല. എങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഭയപ്പെടല്ല. നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? പൗരത്വ ബില്ല് വരുന്നെന്ന് കേൾക്കുമ്പോഴേ മുട്ടിടിക്കുകയാണ്, ഏക സിവിൽ കോഡെന്ന് കേൾക്കുമ്പോഴേ കൈകാലുകൾ വിറയ്ക്കുകയാണ്. എന്തിനാ മുസ്ലിമേ ഭയപ്പെടുന്നത്? എന്തിനാ പെങ്ങളെ ഭയപ്പെടുന്നത്? ഉസ്താദേ, നാടും വീടും പണമല്ല പോകുമല്ലോ എന്ന് കിടന്ന് കരയുന്ന പെങ്ങളോട് എന്റെ പ്രിയപ്പെട്ട സഹോദരി, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചോദിച്ചത് എന്തെന്നറിയോ? അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് ചോദിക്കുകയോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് വെറുതെ അങ്ങ് കടന്നു പോകാമെന്ന് നീ കരുതിയോ? ഈ നിരന്നിരിക്കുന്നവരോട് അല്ലാഹു ചോദിക്കുകയാ, എന്നോടും നിങ്ങളോടും അല്ലാഹു ചോദിക്കുകയാ, സ്വർഗത്തിലേക്ക് വെറുതെ കയറി പോകാമെന്ന് നീയൊക്കെ കരുതിയോടാ? അല്ലാഹു പറയുകയാ ഇല്ല. അല്ലാഹു പറയുകയാ ഇല്ല. അല്ലാഹു പറയുന്നു, നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുരിതങ്ങളും ഇതിന്റെയൊക്കെ 4-1 ഞാനും നിങ്ങളും അനുഭവിക്കാതെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ലെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ കരിനിയമങ്ങൾ കാണുമ്പോ പേടിക്കുന്ന മുസ്ലിമേ, നീ എന്തേ വിചാരിച്ചത്? നീ എന്തേ വിചാരിച്ചത്? 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, ആ പ്രവാചകന്റെ സ്വഹാബത്തിനോട് പടച്ചവനെ മക്കയിലെ ഖുറൈശികൾ പറഞ്ഞത് എന്തെന്നറിയോ? നമ്മളൊക്കെ ഈ പുതിയ പുതിയ നിയമങ്ങൾ കാണുമ്പോ പേടിക്കാൻ തുടങ്ങിയിരിക്കുക. പൗരത്വ ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ഉസ്താദെ രേഖയൊന്നും ഇല്ലല്ലോ, പുറത്തു പോകണമല്ലോ. പുറത്തു പോകണമെങ്കിൽ പോകണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പൗരത്വ ബില്ല് പണ്ട് പാസ്സാക്കിയിട്ടുണ്ട് ഖുറൈശികള്. നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. അല്ലാഹു ചോദിക്കുകയാ, ഓസിന് കയറി പോകാൻ പറ്റുന്ന സ്ഥലമാണോ സ്വർഗം? എടാ, ഓസിന് കയറി പോകാൻ പറ്റുന്ന സ്ഥലമാണോ സ്വർഗം? അല്ല. പണ്ട് മക്കയിൽ വെച്ച് മുസ്ലിമീങ്ങളോട് മക്കയിലെ ഖുറൈശികൾ പറഞ്ഞു, എടാ, ഈ നാട്ടിൽ ഉണ്ടാക്കിയ വീടും സമ്പത്തും സർവ്വതും ഇവിടെ ഇട്ടിട്ട് നീയും നിന്റെ അല്ലാഹും മുഹമ്മദും കൂടെ പൊക്കോളാം മദീനത്തേക്ക്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന സ്വഹാബത്തിനോട് അവര് പറഞ്ഞെന്തെന്നറിയോ? എടാ, ഈ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇടണം, എന്നിട്ട് നീയും നിന്റെ അല്ലാഹും മുഹമ്മദും നിങ്ങൾ 3 പേരും കൂടെ പൊക്കോളാൻ. അവരെന്ത് ചെയ്തു? അവര് പറഞ്ഞു, ഇന്നാടാ നിന്റെയൊക്കെ എനിക്കൊന്നും വേണ്ട, എനിക്ക് അല്ലാഹും നബിയും മതി. അവരെന്തേ പറഞ്ഞത്? ഞങ്ങൾക്ക് അല്ല മതി, ഞങ്ങൾക്ക് ഇസ്ലാം മതം മതി, പണവും വീടൊന്നും വേണ്ട. ഉടുതുണി ഇട്ടോണ്ടാ പോയത്, ഉട്ടിരുന്ന വസ്ത്രമല്ലാതെ വേറെ ഒന്നും അവർക്ക് കൊടുത്തില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരാണ് മുഹാജിർ, അതാണ് ഈമാൻ. എനിക്ക് ഏറ്റവും വലുത് അല്ലാഹ് ആണെന്ന് പറഞ്ഞാ പോരാ. നമ്മൾ എന്താ പറയണത്? ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല. എനിക്ക് ഏറ്റവും വലുത് അല്ലാഹ്, എനിക്ക് ഏറ്റവും വലുത് അല്ലാഹ്. അവര് പറഞ്ഞു, അല്ലാഹ് ആണ് നിനക്ക് വേണ്ടതെങ്കിൽ വീട് ഇവിടെ ഇട്, ജാഗ ഇവിടെ ഇട്, പണം ഇവിടെ ഇട്, സർവ്വത് വിട്ടിട്ട് പോടാ. അല്ലാഹ് ഉണ്ടല്ലോ പോയവര്. നമ്മളോ നിയമം വരുന്നെന്ന് കേട്ടപ്പോഴേ മുട്ടിടിക്കാൻ തുടങ്ങി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ വിചാരിച്ചു, എടാ ഇതൊക്കെ വരൂട സഹോദര. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സ്വർഗത്തിലേക്ക് വെറുതെ കയറി പോകാൻ പറ്റൂല. ഈ നിയമങ്ങളൊക്കെ വരികയും ഈ പീഡനങ്ങളും ത്യാഗങ്ങളൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. ഇതൊക്കെ എന്തിനാ അല്ലാഹ് നമ്മളെ പരീക്ഷിക്കണേ? ഈമാൻ ഉറച്ചതാണോ എന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാ. ഈ ഈമാൻ ഉറച്ച ഈമാൻ ഇല്ലാത്തവരൊക്കെ പരാജയപ്പെട്ടു പോകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇട 313 സഹാബത്ത് നേരെ പിടിക്കാൻ ഒരു വാള് പോലും ഇല്ല. 3 കുതിരകളും 7 ഒട്ടകങ്ങളുമായി 1000-ഓളം വരുന്ന സംഘം, നല്ല ആരോഗ്യവാന്മാർ. യുദ്ധത്തിന് വരുന്നതിന്റെ തലേ ദിവസവും നല്ല ആടിനെയും ഒട്ടകത്തെയും ചുട്ടുതിന്ന് കള്ളും കുടിച്ച് പാട്ടുപാടി ഗാനമേള നടത്തി ആഘോഷിച്ചിട്ട് അവന്മാര് വരുന്നേ.
അവരുടെ മുന്നിലേക്ക് ഈ 313 സ്വഹാബത്ത് കടന്നുപോയത്. അവര് രക്ഷപ്പെടാനുള്ള കാരണം അവര് ന്യൂനപക്ഷമായിരുന്നു. പക്ഷെ അവർക്കറിയാം ന്യൂനപക്ഷമേ ഇന്ന് വരെ ഈ ഭൂമിയിൽ ജയിച്ചിട്ടുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറയുന്നത്, അവന്മാരുടെ വലിപ്പം കണ്ടുകൊണ്ട് നമ്മൾ എന്തിനാ പേടിക്കണേ? ഒരിക്കലും നമ്മുടെ ഭയം അതാ. എല്ലാം അവരുടെ കയ്യിലാകുന്നല്ലോ ഉസ്താദ്, എല്ലാം പോയല്ലോ ഉസ്താദ്, നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഭയം അതാ. എന്റെ പ്രിയപ്പെട്ടവരെ, ബദരീങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്ന രണ്ടാമത്തെ കാര്യം, വലിപ്പം കണ്ടുകൊണ്ടൊരിക്കലും നീ ഭയപ്പെടണ്ട. ബദറിലും മുഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും ന്യൂനപക്ഷമാണ് ജയിച്ചത്. ശത്രുപക്ഷം വളരെ കൂടുതലായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു പറയുകയാ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നേ? നിങ്ങൾ എന്തിനാ പേടിക്കണേ? നിങ്ങൾ മുഅ്മിനീങ്ങളല്ലേ? ഞാനും നിങ്ങളോട് ചോദിക്കുന്നത്, ജനിച്ചപ്പോഴേ ഒരു ചെവിയിൽ ബാങ്കും രണ്ടാമത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുത്ത് എന്റെ പ്രിയപ്പെട്ടവരെ മരണം വരെ നിശ്ചയിച്ചിട്ടാ നമ്മൾ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. നമ്മൾ ആരെ പേടിക്കാനാ? നമ്മൾ ആരെയാടോ പേടിക്കേണ്ടത്? നീ മരിച്ച ബാങ്കും ഇഖാമത്തും കൊടുക്കാൻ പോലും സമയമില്ല, അതിനു മുമ്പേ നിന്നെ കൊണ്ട് കുഴിച്ചിടണം. അതാണ് എന്റെയും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മളെയാണ് ഓലപ്പടക്കം കാണിച്ചിട്ട് പേടിപ്പിക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ബദരീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന രണ്ടാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ടവരെ, ശത്രുവിന്റെ വലിപ്പം കണ്ടുകൊണ്ട് ഒരിക്കലും നമ്മൾ നിരാശരാകരുത്. ശത്രുവിന്റെ വലിപ്പം കണ്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും നിരാശരാകരുത്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, മൂന്നാമതായിട്ട് ബദരീങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? ആ ബദരീങ്ങൾ ബദറിന്റെ രണാങ്കണത്തിൽ വിജയിക്കാറുള്ള മൂന്നാമത്തെ കാരണം എന്താ? അള്ളാഹു അവരുടെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസമായിരുന്നു. അള്ളാഹു അവരുടെ കൂടെയുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം ബദരീങ്ങൾക്കുണ്ടായിരുന്നു. അവരായുധം കൊണ്ട് ജയിച്ചവരല്ല, അവരാരോഗ്യം കൊണ്ട് ജയിച്ചവരല്ല, അവർ യോദ്ധാക്കളായത് കൊണ്ട് ജയിച്ചവരല്ല. പിന്നെ അവര് ജയിക്കാറുള്ള കാരണം എന്തെന്നറിയോ? അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഉറച്ച ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ഇന്ന് നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ്. ഇന്ന് നമുക്ക് എന്തിനാണോ ഞാനും നിങ്ങളമ ഭയപ്പെടുന്നത്? എന്തിനാ ഞാനും നിങ്ങളമ ഭയപ്പെടുന്നത്? ബദറിന്റെ രണാങ്കണത്തിലേക്ക് 313 സഹാബത്ത് ഉരുപ്പിടിച്ച വാളുമായിട്ട് കടന്നു ചെന്നപ്പോ അള്ളാഹു കാലാവസ്ഥ വരെ അനുകൂലമാക്കി കൊടുത്തില്ലേ? അള്ളാഹു മഴ പെയ്യിപ്പിച്ചില്ലേ? എന്തിനാ സഹോദര? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആകാശത്ത് നിന്നൊരു ശബ്ദവും ഒരു കാറ്റുമടിക്കുകയാണ്. അതാ ഇറങ്ങി വരുന്നത് ആരെന്നറിയോ? മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമും മലക്കുകളും ഇറങ്ങി വരികയാണ്. രണ്ടാമതൊരു ശബ്ദവും കാറ്റുമടിക്കുകയാണ്. മീകായിൽ അലൈഹിസ്സലാമും മലക്കുകളും ഇറങ്ങി വരികയാണ്. മൂന്നാമതും കാറ്റും ശബ്ദവും അടിക്കുകയാണ്. അതാ വരുന്ന ഇസ്രാഫീൽ. അല്ലാഹുവേ, ജിബ്രീലും മീകായിലും ഇസ്രാഫീലും ഇവരുടെ കൂടെ പടച്ചവനെ ആയിരക്കണക്കിന് വരുന്ന തലപ്പാവ് ധരിച്ച അല്ലാഹുവിന്റെ സൈന്യം ഇങ്ങനെ ഇറങ്ങിയതാ ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങി വന്നെന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹു എല്ലാ സാഹചര്യവും ബദരീങ്ങൾക്ക് ഒരുക്കി കൊടുത്തല്ലോ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സ്വഹാബി പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ കയ്യിൽ ആയുധമില്ല നബിയേ, എന്റെ കയ്യിൽ ആയുധമില്ല നബിയേ. ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു പോകുന്ന സഹാബി പറയുകയാ, എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അടുത്ത് കിടക്കുന്ന ഈന്തപ്പന മരത്തിന്റെ മടലെടുത്തിട്ട് കയ്യിലേക്ക് കൊടുക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു പോകുന്ന ആയുധമില്ലാത്ത സഹാബിയുടെ കയ്യില് അതാ ഉണങ്ങിക്കിടക്കുന്ന ഈന്തപ്പന മരത്തിൽ നിന്ന് ഉണങ്ങി താഴെ വീണ് കിടന്ന ഒരു മടലെടുത്തിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ കയ്യിലേക്ക് വെച്ചു കൊടുത്തപ്പോ ആ മടല് പോലും വാള എന്ന് ചരിത്രം പഠിപ്പിക്കുകയോ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സാഹചര്യം ബദരീങ്ങൾക്ക് ഒരുക്കി കൊടുത്തല്ലോ. അതുകൊണ്ട് 2022 റമളാനിൽ ജീവിക്കുന്ന മുസ്ലിമേ,
നമുക്കില്ലാതെ പോയത് പടച്ചറപ്പിനെ കുറിച്ചുള്ള വിശ്വാസമോ? അള്ളാഹു കൂടെയുണ്ടെന്നുള്ള വിശ്വാസം നമുക്കില്ലാതെ പോയത് കൊണ്ടാണ് നമ്മൾ ഇന്ന് നാറുന്നത്, നമ്മൾ നാണം കെടുന്നത്, നമ്മൾ പരാജയപ്പെടുന്നത്, നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ല നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ചിന്ത നമുക്ക് വേണമല്ലോ. അള്ളാഹു നമ്മളെ കൈവിടില്ലല്ലോ. ആരൊക്കെ കൈവിട്ടാലും പടച്ചറപ്പ് നമ്മളെ കൈവിടില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാ നമ്മുടെ കൂടെയുള്ള അള്ളയാരെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളയാരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അള്ളാഹുവിന്റെ പവർ എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുകയാണെന്ന് ജനങ്ങൾ അറിയുകയാ. ഇബ്ലീസാണ് പോയി പറഞ്ഞു കൊടുത്തത്, ശപിക്കപ്പെട്ടവനാണ് പോയി പറഞ്ഞു കൊടുത്തത്. അങ്ങനെ എല്ലാവരും കൂടെ അള്ളാഹുവിന്റെ പ്രവാചകനെ അവിടെ നിന്ന് കൊല്ലാൻ തീരുമാനിച്ചല്ലോ. റസൂലുള്ളാഹി തങ്ങളുടെ വീട് വളയുകയാ. ഊരിപ്പിടിച്ച വാളുമായി പ്രവാചകന് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയ അള്ളാഹുവിന്റെ പ്രവാചകനെ തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കുന്നതിന് വേണ്ടി പടച്ചവനെ അവിടെ നിന്ന് ശത്രുക്കൾ വീട് പടഞ്ഞിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനും മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരുമാണ് വീടിനകത്തുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, അലിയേ, ഞാൻ കിടന്ന സ്ഥലത്ത് കിടക്കാൻ നീ തയ്യാറാണോ? ഞാൻ കിടക്കുന്ന സ്ഥലത്ത് നീ കിടക്കാൻ തയ്യാറാണോ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഒരു പേടിയുമില്ലാതെ പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, ഞാൻ കിടക്കാൻ നബിയേ, എനിക്കൊരു പേടിയുമില്ല നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീട് മുഴുവനും ശത്രുക്കൾ വളർന്നിരിക്കുകയാണ്. വീടിന്റെ പുറത്തിറങ്ങിയ കൊല്ലുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുകയാ. ഊരിപ്പിടിച്ച വാളുമായി ശത്രുക്കൾ മുഴുവനും കാത്തു നിൽക്കുമ്പോ ആകാശത്ത് നിന്ന് വരികയാണ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, യാത്രയ്ക്ക് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ, അങ്ങ് യാത്രയ്ക്ക് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ എന്ത് ചെയ്യണമെന്നറിയുമോ? വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണ് വാരണം നബിയേ, ഒരു പിടി മണ്ണ് വാരണം നബിയേ. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയുമോ? വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. ഞാനും നിങ്ങളും പാരായണം ചെയ്യുന്ന സൂറത്ത് യാസീനിലെ ആയത്താണല്ലോ. ഈ ആയത്ത് ഓതണം നബിയേ. എന്നിട്ട് അങ്ങയുടെ കയ്യിലിരിക്കുന്ന മണ്ണിലേക്ക് ഒന്ന് ഊതിയിട്ട് വാതിൽ തുറന്നിട്ട് ആ മണ്ണിങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് അവന്മാരുടെ കണ്ണിന്റെ മുന്നിലൂടെ നടന്നു പോകണം നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീട് വളഞ്ഞിരിക്കുന്ന ശത്രുക്കളുടെ നടുവില് അവസാനം അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ വീടിന്റെ വെളിയിലേക്ക് യാത്ര തുടങ്ങാൻ തയ്യാറാകുമ്പോ ഒരു പിടി മണ്ണ് വാരുകയാ, ഒരു പിടി മണ്ണ് വാരുകയാ. AK-47 അല്ല ജിബ്രീൽ കൊണ്ടുകൊടുത്തത്, ആറ്റം ബോംബല്ല കൊണ്ടുകൊടുത്തത്, ആയുധമല്ല കൊണ്ടുകൊടുത്തത്. അള്ളാഹുവേ, ഒരു പിടി മണ്ണ് വാരിയിട്ട് വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. ഈ ആയത്തോതിയിട്ട് ഊതിയിട്ട് വാതില് തുറന്നിട്ട് വലിച്ചെറിഞ്ഞിട്ട് നടന്നു പോ നബിയേ. ഇത് ചരിത്രമല്ലേ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഇത് വെറും കെട്ടുകഥയല്ലല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ നടന്ന സംഭവമല്ലേ. റസൂലുള്ളാഹി തങ്ങൾ ഒരു പിടി മണ്ണ് വാരി ഖുർആനിലെ യാസീനിലെ ആയത്തോതി വാതില് തുറന്നു. ആ ഒരു പിടി മണ്ണ് വീടിന്റെ വെളിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് ചിരിക്കുന്ന മുഖത്തോട് ശത്രുവിന്റെ നടുവിലൂടെ നടക്കുകയാ.
എടാ ഒരു പിടി മണ്ണ് കൊണ്ട് അല്ലാഹു രക്ഷപ്പെടുത്തിയില്ലേ? ഈ പടച്ചറപ്പല്ലേ നമ്മുടെ കൂടെയുള്ളത്? ഈ പടച്ചറപ്പല്ലേ നമ്മുടെ കൂടെയുള്ളത്? പിന്നെ എന്തിനാ ഞാൻ നിങ്ങളെ ഭയപ്പെടുന്നത്? അല്ലാഹുവിൻ അറിയുമല്ലോ നമ്മളെ സംരക്ഷിക്കുവാർ, അല്ലാഹുവിന്റെ ദീൻ നിലനിർത്തുവാർ. ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും അല്ലാഹുവിന്റെ ദീനിനെ ഈ ഭൂമിയിൽ നിലനിർത്താൻ അല്ലാഹുവിന് അറിയുമല്ലോ. അതിന് മുസ്ലിം വേണമെന്നില്ലല്ലോ. അല്ലാഹുവിൻ അറിയാ ഖിയാമത്ത് നാൾ വരെ ഇത് നിലനിർത്താൻ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒട്ടകവുമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ കാത്തു നിൽക്കുകയാണ്. വാഹനവും തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കും, അബൂബക്കർ നീ എന്റെ കൂടെ വരുന്നോ? അബൂബക്കർ, യാ റസൂലല്ലാഹ് ഞാൻ തയ്യാറാണ് നബിയേ, ഞാൻ തയ്യാറാണ് നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചരിത്രമറിയുമല്ലോ. മക്കത്ത് പോകുമ്പോ ജബലന്നൂർ മഗാർ സൗറൊക്കെ കേറുന്നവരാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ശത്രുക്കളെ മുഴുവനും മുത്തുനബി രക്ഷപ്പെട്ടെന്ന് കേൾക്കുമ്പോ നാനാഭാഗങ്ങളിലേക്ക് ഓടുകയാണ്. എവിടെ വെച്ച് കണ്ടാലും കൊല്ലണമല്ലോ, എവിടെ വെച്ച് കണ്ടാലും കൊല്ലണമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ വധിക്കുന്നതിന് വേണ്ടി ശത്രുക്കളെ മുഴുവനും വാളെടുത്തുകൊണ്ട് പരക്കം പായുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ തങ്ങളും ഗുഹയ്ക്കകത്തിരിക്കുകയാ. റസൂലുള്ള ഉറങ്ങുകയാ, അല്ലാഹുവിന്റെ റസൂൽ ഉറങ്ങുകയാ. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ, അബൂബക്കർ തങ്ങളിരുന്ന് കരയുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്. അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കും, അബൂബക്കർ എന്തിനാ നീ പേടിക്കുന്നത്? എന്തിനാ നീ പേടിക്കുന്നത്? യാ റസൂലല്ലാഹ്, ഗുഹയുടെ മുകളിൽ ശത്രു എത്തി നബിയേ. അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചമുണ്ടല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബി അബൂബക്കർ തങ്ങളുടെ മടിയിൽ കിടക്കുമ്പോഴാണ് അബൂബക്കർ തങ്ങൾ നോക്കുമ്പോ ഊരിപ്പിടിച്ച വാളുമായിട്ട് ശത്രു ഗുഹയുടെ മുകളിൽ നിൽക്കുന്നു. അവന്റെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ആ ഗുഹയ്ക്ക് തടിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകാല് വിറയ്ക്കുമ്പോ മുത്തുനബി ചോദിച്ചു, എന്തു പറ്റി അബൂബക്കറെ? നബിയെ, ശത്രു ആ ഗുഹയുടെ മുകളിലെത്തി. അവനെങ്ങാണം അവന്റെ കാലി നോക്കിയ നമ്മളെ പിടിക്കും, നമ്മളെ കൊല്ലത്തില്ലേ നബിയെ? നബി തങ്ങൾ ഇരുന്ന് ചിരിക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്ന് ചിരിക്കുകയാ. അബൂബക്കർ തങ്ങൾ ചോദിച്ച്, എന്തിനാ നബിയെ ചിരിക്കണേ? എന്തിനാ നബിയെ ചിരിക്കണേ? റസൂലുള്ളാഹി തങ്ങൾ ചിരിക്കുന്ന മുഖത്തോടെ ലോകത്ത് കടന്നു വരുന്ന ഖിയാമത്ത് നാള് വരെയുള്ള മുസ്ലിമിന് പറഞ്ഞു കൊടുത്ത ഒരു വാക്കെന്തെന്നറിയോ? അബൂബക്കറെ, അല്ല നമ്മുടെ കൂടെ ഇല്ലേ? അല്ല നമ്മുടെ കൂടെ ഇല്ലേ? എന്റെ വാപ്പ നോമ്പും പിടിച്ച് തഴമ്പും വെച്ചുകൊണ്ട് നടന്നാ പോരാ വാപ്പ. എടാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടും എന്റെ ഉമ്മമാരോടും ഞാൻ പറയുന്നത്, മുസ്ലിം ആണെന്ന് പറഞ്ഞ് നടന്നാ പോരാ. അല്ല ഉണ്ടെന്നുള്ള ചിന്ത വേണം. സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തീക്കകത്തിങ്ങനെ ജീവനോടെ ഇറക്കി. തല കീഴായിട്ട് ജീവനോടെ സുമയ്യ ബീവിയുടെ ഭർത്താവിനെ ഇങ്ങനെ കെട്ടിയിറക്കി. അമ്മ റളിയല്ലാഹു തആല അറിയാം, തന്റെ ഭർത്താവ് തീക്കകത്ത് കിടന്ന് ആ പച്ച ഇറച്ചി ഇങ്ങനെ കത്തി കരിയുമ്പോ സുമയ്യ ബീബി റളിയല്ലാഹു തആല ഓടിച്ചെന്ന് ഭർത്താവിനെ വെളിയിലേക്ക് തെള്ളിയിട്ടിട്ട് മണലു വാരി തന്റെ ഭർത്താവിന്റെ ശരീരത്തിലേക്ക് വാരിയിട്ടിട്ട് തീയണച്ചു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരണത്തോട് മല്ലടിച്ചിങ്ങനെ ഇരിക്കുമ്പോ സുമയ്യ ബീബി റളിയല്ലാഹു തആല അടുത്ത് നിന്ന് പറഞ്ഞു കൊടുത്തു, ഇവന്മാര് നമ്മളെ ഇഞ്ചിഞ്ചായിട്ട് കൊന്നാലും അള്ളാനെ മറക്കരുത്. അല്ലാഹു അഹദ് പറ. സുമയ്യ ബീബി മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തു, അല്ലാഹു അഹദ്, ഒരിക്കലും അള്ളാഹുവിന്റെ ദീൻ വലിച്ചെറിയരുത്. ഇവന്മാര് നമ്മളെ കൊന്നാലും. അബൂജഹലിന് സഹിച്ചില്ല. സുമയ്യ ബീവിയെ ചവിട്ടി തറയിലിട്ടു. സുമയ്യ ബീവിയുടെ കഴുത്തിന്റെ മുകളിൽ കാലെടുത്ത് വെച്ചിട്ട് ആ പഴുത്ത മണലിലേക്ക് സുമയ്യ ബീവിയുടെ തല ചവിട്ടി താഴ്ത്തി. അപ്പോഴും സുമയ്യ പറഞ്ഞു കൊടുത്തു, അല്ലാഹു അഹദ്, തോറ്റുകൊടുക്കരുത്. അബൂജഹൽ അവിടെ നിന്ന് പിടിച്ചു മലർത്തിക്കിടത്തിയിട്ട് സുമയ്യ ബീവിയുടെ ഗുഹ്യഭാഗത്ത് കമ്പി കുത്തിയിറക്കി, കുന്തം കുത്തിയിറക്കിയിട്ട് ആ പച്ച ഇറച്ചി വലിച്ചെടുക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അഹദ്, തോറ്റുകൊടുക്കരുത്. ആ സുമയ്യ ബീവിയുടെ അതേ പരമ്പരയിലല്ലേ ആമിനാത്ത നീയുള്ളേ?
എന്നിട്ട് നിനക്കെന്തേ അള്ളാനെ കുറിച്ചൊരു പേടിയില്ലാത്ത, അള്ളാനെ കുറിച്ചൊരു വിശ്വാസമില്ലാത്തതെന്തേ? നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു, അബൂബക്കറെ നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാൾ കൂടെ നമ്മുടെ കൂടെ ഇല്ലേ, അള്ളാഹ്. അള്ളാഹ് എന്തെന്നറിയോ? അബൂബക്കറെ അവന്റെ കാലിലേക്ക് നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ, അള്ളാഹ് തന്നെ തീരുമാനിക്കണം. അള്ളാഹു തീരുമാനിച്ചാൽ മാത്രമേ അവന്റെ കാലിലേക്ക് പോലും അവന് നോക്കാൻ കഴിയൂ. പിന്നെന്തിനാ നമ്മൾ രണ്ടുപേരും പേടിക്കുന്നേ? മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ തങ്ങളും യാത്ര ചെയ്തു വരുമ്പോ ഭക്ഷണമില്ല. നമുക്ക് ചരിത്രം അറിയാം. റസൂലുള്ളാഹി തങ്ങൾ നോക്കുമ്പോ ഒരു ആടിനെ കണ്ടു. പടച്ചവനെ, പാലില്ലാത്ത ഒരു ആട്ടിൻകുട്ടി, പാലില്ലാത്ത ഒരു ആട്ടിൻകുട്ടി, പ്രസവിച്ചിട്ട് പോലും ഇല്ല, ഒരു ചെറിയ ആട്ടിൻകുട്ടി. നബിതങ്ങൾ പറഞ്ഞതിനെ കൊണ്ടുവരാൻ ആ ആട്ടിൻകുട്ടിയുടെ അകടിൽ നിന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാല് കറന്നിട്ട് കുടിച്ചത്. എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല? അതുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞു പഠിക്കേണ്ടത് അള്ളാഹ് നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ആ ഒരു ഈമാന. അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ നമ്മുടെ ഇന്നത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരുമില്ല, സംഘടനകളുമില്ല, നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ കോടതിയോ പോലീസോ നിയമങ്ങളോ നിയമവ്യവസ്ഥകളോ ഒന്നും നമ്മുടെ കൂടെ ഇല്ല. ഇപ്പൊ ആകെ ഉള്ളത് അള്ളായ. ആ അള്ളാനെ കൂടെ എങ്ങനെ നഷ്ടപ്പെടുത്താൻ പറ്റുമെന്നാ ഞാൻ നിങ്ങൾ നോക്കുന്നേ. ആ അള്ളാഹുവിനെ കൂടെ, ആ അള്ളാഹുവിന്റെ സഹായം കൂടെ എങ്ങനെ നഷ്ടപ്പെടുത്തും? നിങ്ങൾ അറിയോ? ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോയ സ്വഹാബി പറയുകയാ, വാളെടുത്തിട്ട് തല വെട്ടാൻ വേണ്ടി വാള് വീശുന്നതിന് മുമ്പേ തല പോയി കഴിഞ്ഞു. ബദറിന്റെ രണാങ്കണത്തിൽ പങ്കെടുത്ത സ്വഹാബികൾ പറയുന്നു, വാളെടുത്തിട്ട് തല വെട്ടുന്നതിന് വേണ്ടി വാള് വീശുന്നതിന് മുമ്പേ തല പോയി. ആര് വെട്ടി? അള്ളാന്റെ മലക്കുകൾ വെട്ടി. ഒരു സ്വഹാബി വര്യൻ 3 തലകളുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് രണ്ടും ഞാൻ വെട്ടി, ഇത് വെട്ടിയത് ആരാന്ന് എനിക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ രക്തം തിളപ്പിച്ച് കലാപമുണ്ടാക്കാൻ വേണ്ടിയില്ല ഞാനിത് പറഞ്ഞത്. എടോ, 3 കുതിരകളും 7 ഒട്ടകങ്ങളും ഒടിഞ്ഞ വാളുമായിട്ട് ബദറിന്റെ രണാങ്കണത്തിൽ പോയ ആ 313 പേരുടെ ആ ഒരു വിശ്വാസമുണ്ടല്ലോ, ആ ഒരു വിശ്വാസമുണ്ടല്ലോ, പടച്ചവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ധൈര്യമുണ്ടല്ലോ, ആ ഒരു വിശ്വാസം, അത് ഈ ഉമ്മത്തിന് എന്ന് കടന്നു വരുന്നു, അന്നേ നമുക്ക് വിജയമുണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പീഡനങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ വരും ജീവിതത്തിൽ. പണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു ചെന്നിട്ട് തന്റെ ഖമീസ് ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുത്തു. നബിയെ, കണ്ടോ നബിയെ, എന്റെ ഇറച്ചി മുഴുവനും അവര് കത്തിച്ചു നബിയെ, എന്റെ ശരീരം മുഴുവനും തീക്കകത്തിട്ട് കത്തിച്ചു നബിയെ. ആ സമയത്ത് ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞു കൊടുത്തത്, ബനൂ ഇസ്രായേൽ മുസ്ലിമായവരെ കൊണ്ടുവന്നൊരു കുഴിക്കകത്ത് ഇറക്കി നിർത്തും. ഒരു കുഴിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് തലയുടെ മധ്യഭാഗത്ത് ഈർച്ച വാള് വെക്കും. ഈ മരം മുറിക്കണ വാളുണ്ടല്ലോ, അതിങ്ങനെ തലയുടെ മധ്യഭാഗത്ത് ഇങ്ങനെ വെക്കും. എന്നിട്ട് ചോദിക്കും, ഇസ്ലാമിൽ നിന്ന് മാറുന്നുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞ മരം മുറിക്കുന്നത് പോലെ അവരെ 2 കഷ്ടമായി മുറിക്കപ്പെടുമായിരുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈമാനികമായി നമ്മൾ വളരെ പുറകോട്ടാ. നമ്മൾ ഈമാനികമായി വളരെ പുറകോട്ടാ. നമുക്കറിയാം ഈമാൻ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? നമ്മൾക്കെല്ലാവർക്കും അറിയാം എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവരാ. നമ്മൾ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവരാ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് കയറിപ്പോയിട്ട് അള്ളാഹുവിനെ കുറിച്ച് മൂസാ നബി അവിടെ നിന്ന് പ്രബോധനം നടത്തി. ആ സമയത്ത് മൂസാ നബി തന്റെ പ്രകാശിക്കുന്ന കയ്യും തന്റെ കയ്യിലിരിക്കുന്ന പാമ്പാകുന്ന വടിയും ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് ഉപദേശിച്ചേ. അപ്പൊ അവൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇതൊക്കെ മന്ത്രവാദവും മാജിക്കുമാണ്. എടാ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ മൂസ നീ വാ, ഞാനും എന്റെ ആൾക്കാരെ, എന്റെ മന്ത്രവാദികളെ ഞാനും കൊണ്ടുവരാം, മാജിക്ക് നടത്തുന്നവരെ ഞാനും കൊണ്ടുവരാം, നിനക്ക് പരാജയപ്പെടുത്താൻ പറ്റുമെങ്കിൽ നീ പരാജയപ്പെടുത്ത്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിനെ ഫിർഔനും തന്റെ അനുയായികളും വലിയ ഒരു ഗ്രൗണ്ടിൽ മത്സരത്തിന് വേണ്ടി വിളിച്ചു. എല്ലാവരും വന്നു. അവരവരുടെ കയ്യിലിരിക്കുന്ന വടികളും വള്ളികളും അവര് താഴേക്കിട്ടു പാമ്പുകളാക്കി. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം തന്റെ കയ്യിലിരുന്ന വടിയെടുത്ത് താഴെയിട്ടു. ആ വടി പാമ്പായി എല്ലാ പാമ്പുകളെയും അത് തിന്നുകളഞ്ഞു. ഇത് കണ്ടപ്പോ ഫിർഔനിന്റെ കൂടെ നിന്നിരുന്ന ആ മന്ത്രവാദികൾ പറഞ്ഞു, മൂസായുടെ റബ്ബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, മൂസയുടെ റബ്ബ് സത്യമാ. അപ്പൊ ഫിർഔൻ പറഞ്ഞു, നിങ്ങളെ ഞാൻ കൊന്നുകളയും. എടോ, നമ്മളെ പോലെ 10-60 വർഷം മുസ്ലിമായി ജീവിച്ചവരല്ല. നിങ്ങൾ മനസ്സിലാക്ക്,
അതുവരെ ഫിർഔനിന്റെ കൂടെ നിന്നവർ മൂസാ നബി അലൈഹിസ്സലാം സത്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നു. ആ സമയത്ത് ഫിർഔന് പറഞ്ഞു, നിങ്ങളെ ഞാൻ കൊന്നുകളയും, നിങ്ങളെ ഞാൻ ഈന്തപ്പന മരത്തിൽ കെട്ടിയിട്ടിട്ട് നിങ്ങളെ ഞാൻ കൊന്നുകളയും. ആ സമയത്ത് മിനിറ്റുകളെ ആയുള്ളൂ മുസ്ലിമായിട്ട് അവര് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മിനിറ്റുകൾ മാത്രമേ ആയുള്ളൂ മുസ്ലിമായിട്ട്. അവര് പറഞ്ഞ മറുപടി ഫിർഔനിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് ഈ ദുനിയാവി വെച്ചല്ലേ ഞങ്ങളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, ആഖിറത്തിൽ വെച്ച് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എടോ, മിനിറ്റുകളെ ആയുള്ളൂ മുസ്ലിമായിട്ട്. അതാ ഈമാൻ ഹൃദയത്തിൽ കയറിയ, അതാ ഈമാൻ വിശ്വാസം ഹൃദയത്തിന്റെ അകത്ത് കയറിയ. സാക്ഷാൽ ഫിർഔനിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ഫിർഔനോട്, നിനക്ക് ഈ ദുനിയാവിൽ വെച്ചല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, കൂടിപ്പോയാ നീ ഞങ്ങളെ കൊല്ലും, കൂടിപ്പോയാ നീ ഞങ്ങളെ കൊല്ലും. ആഖിറത്തിൽ നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ലല്ലോ. നീ എന്ത് ചെയ്താലും ഞങ്ങൾ അള്ളാഹുവിന്റെ ദീന് വലിച്ചെറിയില്ല. മുസ്ലിമായിട്ട് മിനിറ്റുകൾ മാത്രം ബാക്കിയായ ആ അവരങ്ങനെ പറഞ്ഞെങ്കിൽ ഞാനും നിങ്ങളും 10ഉം 60ഉം കൊല്ലം കൊണ്ട് നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, തറാവീഹ് നിസ്കരിക്കുന്നുണ്ട്, വഅദ് കേൾക്കുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, സ്വലാത്ത് പറയുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അല്ലാഹ് ഹൃദയത്തിന്റെ അകത്ത് ഇതുവരെ കയറിയിട്ടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ബദരീങ്ങൾ പഠിപ്പിച്ചു തരുന്ന മൂന്നാമത്തെ കാര്യം, അവരുടെ കൂടെ അല്ലാഹ് ഉണ്ടായിരുന്നു, അവരുടെ കൂടെ അള്ളാഹു ഉണ്ടായിരുന്നു. ആ അല്ലാഹുണ്ടെന്നുള്ള വിശ്വാസമാണ് അവരെ അവിടെ വിജയിപ്പിച്ചത് എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആ ബദരീങ്ങൾ പറഞ്ഞു തരുന്ന നാലാമത്തെ ഗുണപാഠം എന്തെന്നറിയോ? ആ ബദരീങ്ങൾക്ക് ഐക്യമുണ്ടായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. ആ ബദരീങ്ങൾക്ക് ഐക്യമുണ്ടായിരുന്നു. 313 പേർക്കും ഒരേ മനസ്സും ഒരേ നിയത്തുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബദറിന്റെ തലേ ദിവസം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ ഈ ബദരീങ്ങളെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ബോറടിക്കണത് കേട്ടോ. വയല് ഞാൻ നാളെ പറഞ്ഞുതരാം. ബദരീങ്ങളെ കുറിച്ച് വെറുതെ കുറെ ചരിത്രങ്ങളും കുറെ വിളിച്ചുപോലും നടത്തിയിട്ട് മാത്രം കാര്യമില്ലല്ലോ. ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം. ചരിത്രം ഞാൻ അവസാനം പറഞ്ഞു തരാം, അപ്പൊ സ്വർണ്ണം ഊരി തന്നാ മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ പിരിവൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പൊ വന്നേലും. അള്ളാഹു നമുക്കൊക്കെ സ്വർഗം നൽകുമാറാകട്ടെ. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. വളയും മോതിരമൊന്നും ഇല്ലല്ലോ ഇന്ന്. പെണ്ണുങ്ങളൊക്കെ പഠിച്ചിട്ട് എല്ലാം ഊരി വീട്ടി വെച്ചിട്ടാ വന്നിരിക്കണേ. നാളെ വരുമ്പോ കൊണ്ടുവരണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു പോകുന്ന സ്വഹാബികൾ, ആ സ്വഹാബികളോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തലേ ദിവസം എല്ലാവരെയും വിളിച്ചു നിർത്തിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ, നിങ്ങളുടെ അഭിപ്രായം എന്താ, നിങ്ങളുടെ അഭിപ്രായം എന്താ, മുഹാജിരീങ്ങളുടെ അഭിപ്രായം എന്താ, അൻസ്വാരിങ്ങളുടെ അഭിപ്രായം എന്താ, മുത്തുനബി എല്ലാവരോടും അഭിപ്രായം ചോദിക്കുകയാണ്. അള്ളാന്റെ റസൂല് പിന്നെയും 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 ഇങ്ങനെ അഭിപ്രായം ചോദിക്കുക. എന്തിനാ? ഒത്തൊരുമയുണ്ടാകാൻ, ഐക്യമുണ്ടാകാൻ. അള്ളാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ബദറിലേക്ക് കടന്നു പോകുന്ന സ്വഹാബത്തിനോട്, മുഹാജിറോട്, അൻസാറുകളോട്, നിങ്ങൾ തോള് ചേർന്ന് നിൽക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഓരോ മനുഷ്യരോടും അവിടുന്ന് അഭിപ്രായം ചോദിക്കുകയാണ്. എന്തിനു വേണ്ടി എന്നറിയുമോ? അവിടുന്ന് ഒറ്റക്കെട്ടായി നിൽക്കാറ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു പോകുന്ന 313 വരുന്ന സ്വഹാബത്തുണ്ടല്ലോ, ആ ബദരീങ്ങളുടെ മനസ്സൊന്നായിരുന്നു, അവരുടെ നീയത്തൊന്നായിരുന്നു, അവരൊറ്റക്കെട്ടായിരുന്നു, അവർക്ക് ഐക്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു ആകാശത്ത് നിന്ന് മലക്കുകളെ ഇറക്കിയിട്ട്
പ്രിയപ്പെട്ടവരെ വിജയിപ്പിച്ചതെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഉമ്മത്തിനില്ലാതെ പോയതും ഐക്യം തന്നെയാണ്. ഈ സമുദായത്തിന് ഐക്യമില്ലല്ലോ, പടച്ചവനെ തമ്മിലടിയാണല്ലോ. അതാ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുകയാ. എന്തിനാ? ബദരീങ്ങൾ ഐക്യമുള്ളവരായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ ആ ബദർ ദിനം നമ്മളിലേക്ക് കടന്നു വരുമ്പോ യാസീനോദനോ ബദർ മൗലൂദോദനോ ഇതൊക്കെ ആവശ്യമുണ്ടോ? ആണ്ട് നടത്തണോ? നമ്മൾ ഇതാണ് ചർച്ച ചെയ്യുന്നത്. നമുക്കൊരൈക്യമില്ലല്ലോ. വീടിന്റെ അകത്ത് ഐക്യമില്ല, ഭാര്യക്കും ഭർത്താവിനും ഐക്യമില്ല, കൂടപ്പിറപ്പുകൾക്ക് ഐക്യമില്ല, കൂടപ്പിറപ്പുകൾക്കും കുടുംബക്കാർക്കും ഐക്യമില്ല, മഹല്ലുകളിൽ ഐക്യമില്ല, വീടുകളിലും മഹല്ലുകളിലും നാടുകളിലും ഒന്നിലും ഐക്യമില്ലാതെ വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് അവിടെയാണ്. ഐക്യമില്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് മുസ്ലിം സമുദായമേ, നമുക്കൊരു വിജയം വേണമെങ്കിൽ, അല്ലാഹുവിന്റെ സഹായം നമുക്ക് കിട്ടണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഐക്യമില്ലാതെ നമുക്ക് കഴിയില്ലല്ലോ. ഐക്യമില്ലാതെ നമുക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, നമ്മളൊക്കെ പരസ്പരം കൂടപ്പിറപ്പുകളാണെന്നുള്ള ബോധത്തോടു കൂടി ഇനിയെങ്കിലും നമ്മൾ ഒറ്റക്കെട്ടാകാ തീരുമാനിക്കൂ. അല്ലാഹുവിന്റെ പള്ളികളിൽ ഏത് സംഘടനകളാകട്ടെ, രാഷ്ട്രീയ പാർട്ടികളാകട്ടെ, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ, ദീനിന്റെ വിഷയങ്ങൾ കടന്നു വരുമ്പോ, ശരീഅത്തിന്റെ നിയമങ്ങൾ കടന്നു വരുമ്പോ, ഒരു മുസ്ലിമിന്റെ വിഷയങ്ങൾ കടന്നു വരുമ്പോ അവിടെ നമ്മൾ സംഘടനകൾ മറക്കുകയാണ്. അതാ രാഷ്ട്രീയത്തിന്റെ കൊടികൾ മറക്കുകയാണ്. എല്ലാം മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞാല് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊരു നല്ല വിജയം സമ്മാനിക്കാൻ കഴിയൂ. ഒരു നല്ല വിജയം കിട്ടൂ എന്ന് ബദരീങ്ങൾ അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, എന്തെല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായാൽ പഠിച്ചവരെ ക്ഷമിക്കാൻ തയ്യാറാകൂ. ക്ഷമജീവിതത്തിലേക്ക് കടന്നു വരട്ടെ, ക്ഷമജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ഈമാൻ ഉറപ്പിക്കട്ടെ. അല്ലാഹുവേ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഒരേ ഒരു ചിന്തയോടുകൂടി ആരൊക്കെ കൈവിട്ടാലും അല്ലാഹു നമ്മളെ കൈവിടില്ല. അന്തിമ വിജയം നമ്മക്കാ. ഇത്തിരി പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചാൽ അല്ലാഹുവിന്റെ ദീനിനെ പടച്ച റബ്ബ് തന്നെ ഈ ഭൂമിയിൽ അവിടെ നിന്ന് നിലനിർത്തുമല്ലോ. അത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ച റബ്ബ് പറഞ്ഞതാണല്ലോ. ആ ചിന്തയോടുകൂടി ഞാനും നിങ്ങളും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയില്ലല്ലോ. നമ്മൾ ഒരിക്കലും പേടിക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ആ പരിശുദ്ധമായ ബദർ ദിനം നാളെ നമ്മളിലേക്ക് കടന്നു വരുമ്പോ ബദരീങ്ങളെ മറക്കല്ലേ. നമുക്ക് അറിവ് കൂടിയപ്പോ, നമുക്ക് ബുദ്ധി കൂടിയപ്പോ, വിദ്യാഭ്യാസം അധികമായിപ്പോ ഇപ്പൊ പടച്ചവനെ ബദർ ദിനം കടന്നു വരുമ്പോ പണ്ട് ബദർ മൗലിദ് പാരായണം ഉണ്ടായിരുന്നു, ബദരീങ്ങളെ കുറിച്ച് അനുസ്മരിക്കുന്നതുണ്ടായിരുന്നു. പടച്ചവനെ ഇന്നൊരു യാസീൻ പോലും ഓതാത്ത അവസ്ഥയാ. പടച്ചവനെ പള്ളികളിൽ തറാവീഹ് നിസ്കരിച്ചിട്ട് ഇറങ്ങി ഓടുന്ന കാലഘട്ടത്തിലാ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവേ, ഈ മജ്‌ലിസിലിരിക്കുന്ന എല്ലാവരുടെയും വീട്ടില് പടച്ച റബ്ബേ ബദർ ദിനത്തിന്റെ അന്ന് നിങ്ങൾ മജ്‌ലിസിനോട് പാരായണം ചെയ്യണേ. ബദരീങ്ങളാരാ? സാധാരണ ആൾക്കാരല്ലല്ലോ. അവരുടെ മഹത്വം അറിയുമല്ലോ, അവരുടെ മഹത്വം അറിയുമല്ലോ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ബദരീങ്ങളെ ആദരിച്ചിരുന്നല്ലോ, അവിടുന്ന് ബദരീങ്ങളെ സ്നേഹിച്ചിരുന്നല്ലോ, അവിടുന്ന് ബദരീങ്ങളെ ബഹുമാനിച്ചിരുന്നല്ലോ. അല്ലാഹുവേ, ബദരീങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സഹാബി കടന്നു വന്നോ അല്ലാഹുവിന്റെ പ്രവാചകന് തന്റെ മുന്നിലിരിക്കുന്ന ബദരീങ്ങളിലല്ലാത്തവരെ മാറ്റിയിരുത്തിയിട്ട് ആ ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബികളെ പിടിച്ചിരുത്തുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിച്ചു തരികയോ. എവിടെയും ബദരീങ്ങൾക്ക് പരിഗണനയുണ്ടായിരുന്നു, അവർക്ക് വല്ലാത്ത ശ്രേഷ്ഠതയുണ്ട്. പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് പച്ചപ്പറമ്പുകളെ പോലെ ആ ബദരീങ്ങളുടെ റൂഹുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ. അവരൊരുപാട് നന്മകൾ ചെയ്യുന്നുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ,
അല്ലാഹുവേ ഇഫ്അൽ മാ ശിഅ്തും, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആ ബദരീങ്ങളെ കുറിച്ച് പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണോ കരുതുന്നത് നിങ്ങൾ അതുപോലെ ചെയ്തു കൊള്ളാറ്. പടച്ചവനെ, അല്ലാഹുവിന്റെ ഖുർആൻ അവർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ടല്ലോ. അവര് ശഫാഅത്ത് ചെയ്യാൻ അർഹതയുള്ളവരാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവര്, ആ ബദർ ദിനം കടന്നു വരുമ്പോ, നാളെ ഈ വഅദിന്റെ മജ്ലിസിലേക്ക് കടന്നു വരുന്നവര് ഇൻഷാ അല്ലാഹ് ആര് മറന്നാലും നമ്മുടെ ബദരീങ്ങളെ മറന്നു പോകരുത്. നമ്മുടെ ബദരീങ്ങളെ സ്നേഹിക്കുന്നവരാ, അവരെ ആദരിക്കുന്നവരാ, അവരെ ബഹുമാനിക്കുന്നവരാ, അവരെ അനുസ്മരിക്കുന്നവരാ. അല്ലാഹ് ആ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അവരുടെ ഈമാൻ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അവരുടെ ഈമാൻ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാനിന്റെ രണ്ടാമത്തെ 10 വിട പറയാറുള്ള ഒരുക്കത്തിലോ എന്തേ നേടിയത്? ഞാനും നിങ്ങളും എന്തേ നേടിയത്? രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നതല്ലാതെ വേറെ എന്തെങ്കിലും പറയാറുണ്ടോ? വേറെ എന്തെങ്കിലും പറയാനുണ്ടോ സഹോദരാ? പരിശുദ്ധമായ റമളാൻ ഒരു സുന്നത്തിന് ഒരു ഫർദിന്റെ കൂലിയോ, ഒരു ഫർദിന് 70 ഫർദിന്റെ കൂലിയോ? പടച്ചവനെ, എത്രയും വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പരിശുദ്ധമായ റമളാൻ നന്മകൾ വാരിക്കോരിയെടുത്ത് പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാറ് ഇത്രയും വലിയ ഒരവസരം അല്ലാഹു നൽകിയിട്ട് അത് പ്രയോജനപ്പെടുത്താത്ത മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ റമളാൻ മാസത്തിന്റെ മഹത്വം എന്തെന്നറിയോ? മഹാനായ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ അതാ സഹാബി അവിടെന്ന് പറയുകയാ, തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് ഒരു ചരിത്രം പറയുകയാ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് 2 സഹോദരങ്ങൾ കടന്നു വരികയാ. 2 സഹോദരങ്ങൾ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് പരിശുദ്ധമായ ദീനിനെ കുറിച്ച് പഠിക്കുകയാ. അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു ഒരേ ദിവസം 2 കൂടപ്പിറപ്പുകളും മുസ്ലിമാവുകയാ. 2 പേരും ഒരേ ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് ഷഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമാവുകയാണ്. പടച്ചവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു വിട്ടു, തൽഹത്ത് ഇബ്നു ഉബൈദില്ലയുടെ കൂടെ എന്തിനാ? ഇവർക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കണമല്ലോ, അവിടുന്ന് ദീനിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ 2 പേരെയും തൽഹയുടെ കൂടെ പറഞ്ഞു വിടുകയാ. പടച്ചവരെ, അപ്പോഴാണ് ഒരു യുദ്ധം കടന്നു വരുന്നത്. പരിശുദ്ധമായ ദീനിനെതിരെ ഒരു യുദ്ധം കടന്നു വരുമ്പോ ഈ 2 സഹോദരങ്ങളിൽ പെട്ട ഒരു മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവേ, യുദ്ധക്കളത്തിലേക്ക് കടന്നു പോവുകയാ. ശത്രുക്കളുടെ നടുവിലേക്ക് കടന്നു പോവുകയാണ്. രണാങ്കണത്തിലേക്ക് കടന്നു ചെന്നിട്ട് ഷഹീദാവുകയാ. യുദ്ധക്കളത്തിൽ പോയിട്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അവിടുന്ന് വീര്യമൃത്യം വരിക്കുകയാ. രണ്ടാമത്തെ മനുഷ്യനുണ്ടല്ലോ, തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിനകത്ത് കഴിയുകയാണ്. അവിടുന്ന് ഇൽമ പഠിക്കുന്നുണ്ട്, അവിടുന്ന് നിസ്കരിക്കുന്നുണ്ട്, അവിടുന്ന് ഖുർആൻ ഓതുന്നുണ്ട്, അവിടുന്ന് ദിക്റുകൾ പറയുന്നുണ്ട്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുകയാണ്. റബ്ബേ, 1 വർഷം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു. തന്റെ സഹോദരൻ മരണപ്പെട്ടതിന് ശേഷം 1 കൊല്ലം കഴിഞ്ഞിട്ട് തന്റെ വീടിനകത്ത് വെച്ച് സാധാരണ ഒരാള് മരണപ്പെടുന്നത് പോലെ വീടിന്റെ റൂമിനകത്ത് കിടന്ന ആ മനുഷ്യൻ അവിടെ നിന്ന് മരണപ്പെടുകയോ. 2 പേരും അവിടെ നിന്ന് മരണപ്പെട്ടു. അബൂ തൽഹ റളിയല്ലാഹു തആല തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് തങ്ങൾ അവിടെ നിന്നൊരു സ്വപ്നം കാണുകയോ. ഈ 2 പേരെയും അവിടെ നിന്ന് സ്വപ്നം കണ്ടു. 2 കൂടപ്പിറപ്പുകളെയും സ്വപ്നം കണ്ടു. 2 പേരും അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുകയോ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ടാമത് മരിച്ച മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ ആദ്യം സ്വർഗത്തിലേക്ക് കടത്തിവിടുകയാ. തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു തആല ഒരു സ്വപ്നം കാണുകയാ. 2 പേരും ഒരുമിച്ച് മുസ്ലിമായി. 2 പേരും ഒരുമിച്ച് മുസ്ലിമായി. ഒരാൾ മുസ്ലിമായതിനു ശേഷം യുദ്ധക്കളത്തിൽ പോയിട്ട് ഷഹീദായി. 2ാമത്തെ ആള് 1 കൊല്ലം കഴിഞ്ഞു. സാധാരണ ഒരാൾ മരിക്കുന്നത് പോലെ വീടിനകത്ത് കിടന്നു മരിച്ചു. എന്നാൽ സഹാബി സ്വപ്നം കാണുന്നു, 2 പേരും അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 2ാമത് മരിച്ച മനുഷ്യനെ ആദ്യം സ്വർഗത്തിലേക്ക് കടത്തിവിടുന്നത്.
രണ്ടാമത് മരിച്ച മനുഷ്യരെയാണ് ആദ്യം സ്വർഗത്തിലേക്ക് കടത്തിവിടുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ത്വൽഹ റളിയല്ലാഹു തആല അൻഹു ചിന്തിച്ചു, അല്ലാഹുവേ, ആദ്യം സ്വർഗത്തിൽ പോകേണ്ടത് ഷഹീദല്ലേ? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടി വീര്യമൃത്യം വരിച്ച ശുഹദ അല്ലേ ആദ്യം സ്വർഗത്തിൽ പോകണ്ട? ഇതെന്താ ഈ ചങ്ങാതിയെ ആദ്യം സ്വർഗത്തിലേക്ക് കടത്തിവിടുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, സഹാബാക്കളോടെല്ലാം ഇതിനെക്കുറിച്ച് പറഞ്ഞു. കേട്ടവർക്ക് ആകാംക്ഷ. എന്തുകൊണ്ടാണ് ഷഹീദിന് പരിഗണന കൊടുക്കാതെ ഈ മനുഷ്യന് പരിഗണന കൊടുക്കാനുള്ള കാരണം എന്താ? അവസാനം മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെവിയിലേക്ക് ഈ സംസാരമെത്തി. ആ സമയത്ത് പ്രവാചകൻ സ്വഹാബത്തിനോട് ചോദിച്ചു, ഇതിലിപ്പോ ഇത്ര അത്ഭുതം എന്താ? ഇതിലിപ്പോ അത്ഭുതപ്പെടാൻ എന്താ ഉള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനൊരു റമളാൻ കൊടുത്തില്ലേ? ഈ മനുഷ്യന് ഷഹീദിനെക്കാളും മുമ്പേ സ്വർഗത്തിൽ പോകാൻ കാരണമായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനൊരു റമളാൻ കൊടുത്തു. ആ റമളാനിൽ നോമ്പ് പിടിക്കുകയും ആ റമളാനിൽ നിസ്കരിക്കുകയും ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുകയും അതിലൂടെ ആ മനുഷ്യൻ ഒന്നാമത് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കാരണമായി എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, ആ റമളാനാ സഹോദര ഞാനും നിങ്ങൾ ഇങ്ങനെ തെള്ളിക്കളിക്കണത്? ആ റമളാനാ ഞാനും നിങ്ങൾ തട്ടിക്കടിക്കുന്നത്? രാവിലെ മുതൽ വൈകുന്നേരം വരെ സാധാരണ എല്ലാവരും നോമ്പ് പിടിക്കുന്നു, നമ്മളും നോമ്പ് പിടിക്കുന്നു, മുറിക്കുന്നു. നോമ്പ് മുറിക്കുന്ന കഥകളൊന്നും പറയാതിരിക്കല നല്ലത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നോമ്പ് തുറയൊന്നും പറയാതിരിക്കല നല്ലത്. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരുന്നതിന്റെ പ്രതികാരം ചെയ്യലാണ് ഇന്ന് നോമ്പ് തുറ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. ഏറ്റവും വിഷമം എന്തെന്നറിയോ? എടാ, നീ ചുട്ടതോ പൊരിച്ചതോ കറുത്തതോ വറുത്തതോ എന്ത് വേണമെങ്കിലും തിന്ന്, എന്തിനാടാ സ്റ്റാറ്റസ് വെക്കുന്നത്? അതാ സങ്കടം. ഇന്ന് നോമ്പ് തുറയുണ്ടായിരുന്നു, ഗ്രൂപ്പിലേക്ക് അങ്ങോട്ട് എടുത്ത് ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് അങ്ങോട്ട് വാരിയിട്ട് അങ്ങോട്ട് ഇട്ടുകൊടുക്കുക. ഇന്നത്തെ യുദ്ധം ഇതായിരുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.